ഇപ്രാവശ്യത്തെ വെക്കേഷൻ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് കൊട്ടിയൂരിലേക്ക് ഒരു യാത്ര കൂടെ തിരിച്ചു കേട്ടോ. അതെ, വർഷത്തിൽ 27 ദിവസങ്ങളിൽ മാത്രം പൂജ ഉണ്ടാകുന്ന ഒരു അമ്പലമാണ് കൊട്ടിയൂർ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ അറിയുള്ളൂ. കുറേയൊക്കെ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തായാലും യാത്ര തിരിച്ചു പോയിട്ടൊന്ന് തൊഴുത് വരാമെന്ന് വിചാരിച്ചു. തലേ ദിവസം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ യാത്ര. കുറേ അമ്മമാരുണ്ടായിരുന്നു. 20 ആൾക്കാരുള്ള വണ്ടിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ചെന്നിറങ്ങിയത് പിറ്റേ ദിവസം രാവിലെ ഒരു 3 മണിയൊക്കെ ആയപ്പം ഒരു പുലർച്ചെ നമ്മളവിടെ ഇറങ്ങിയത് തന്നെ നമ്മൾ ചെരുപ്പൊക്കെ വണ്ടിയിൽ ഊരിയിട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം അത്രയ്ക്കും ദൂരം കുറച്ച് പോകാനുണ്ടാകും അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. വണ്ടി കുറേ ദൂരെയാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്ല്, നമ്മൾ ബാവലി പുഴയിൽ നിന്ന് എടുക്കുന്ന 2 കല്ലുകൾ ഉരച്ചിട്ട് ചന്ദനം തൊട്ടു. എന്തായാലും പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഞങ്ങൾ വരി നിന്നു കേട്ടോ തൊഴാൻ വേണ്ടിയിട്ട്. അത്രക്കും നല്ല തിരക്ക്. ഒരു 3:30 മുതൽ ഞങ്ങൾ 6:45 വരെ ഞങ്ങൾ വരി നിന്നു. എന്നതിന് ശേഷമാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ചെന്നപ്പം മഴ സീസൺ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ മഴയൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും പക്ഷേ വെള്ളത്തിലൂടെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ വെള്ളത്തിലൂടെയൊക്കെയാണ് നടക്കേണ്ടതും. അതൊരു വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് കേട്ടോ. ഇവിടെ തൊഴുതിട്ടാണ് ഇക്കരെ കൊട്ടിയൂരിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ഈ പുഴ, അതായത് ബാവലിപ്പുഴേൻ്റെ അപ്പുറം ഇപ്പുറമാണല്ലോ ഈ കൊട്ടിയൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കടന്നിട്ട് വേണം നമ്മൾ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരാൻ. അവിടെ പൂജയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അടുത്ത് പോകുന്ന അമ്പലമാണ് ശ്രീ പെരളശ്ശേരി ക്ഷേത്രം. അങ്ങനെ ഉച്ചയൂണൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തിയ മുത്തപ്പൻ്റെ അടുത്ത്. ആദ്യം പോയിട്ട് തൊഴുതതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ ചെറിയൊരു ബോട്ടിംഗ് സർവീസ് ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും അമ്മമാരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഒന്ന് യാത്ര ചെയ്തു. അതെ, നമ്മളൊരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് അത് ഇനി അമ്പലമായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മുടെ കൂടെ വൈബ് അമ്മമാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അപ്പം തന്നെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നല്ല സെറ്റായിട്ട് തിരിച്ചു വരുള്ളൂ. സോ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കയറി നല്ലൊരു മന്തിയൊക്കെ കഴിച്ചു. ആദ്യക്കൂട്ടം അതാ ഉറങ്ങി, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നവന്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ.